ശൂരനാട് ഗ്രാമപഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടി UDF. അജ്മൽ ഖാൻ വിജയിച്ചത് 167 വോട്ടുകൾക്ക്. ജില്ലയിൽ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3ലും UDFന് വിജയം. ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFൽ നിന്നും UDF വിജയം പിടിച്ചെടുത്തു. 167 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി അജ്മൽ ഖാൻ വിജയിച്ചത്. LDFലെ ദീപ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. LDF സ്ഥാനാർത്ഥിയായ K സലീമിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് അജ്മൽ ഖാൻ വിജയിച്ചത്. BJPയിലെ കിടങ്ങയം സോമൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം UDFന് ഏറെ ആത്മവിശ്വാസം നൽകുന്നതായി UDF നേതാവ് ഉല്ലാസ് കോവൂർ പറഞ്ഞു. ശൂരനാട് തെക്ക് 13ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് LDFന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. 167 വോട്ടുകളുടെ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ജില്ലയിൽ തന്നെ 4 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകളായ LDFന്റെ സിറ്റിംഗ് സീറ്റുകളായ 3 സീറ്റുകളും തൊടിയൂര്, പൂയപ്പള്ളി, അതുപോലെ തന്നെ ശൂരനാട് തെക്ക് 3 സീറ്റുകൾ UDF പിടിച്ചെടുക്കുകയുണ്ടായി. UDFനെ സംബന്ധിച്ചോളം കാലികമായ അവസ്ഥയിൽ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ UDF മുദ്രാവാക്യങ്ങൾ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ്. ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും നൽകുന്നത് ഓരോ സന്ദേശങ്ങളാണ്. വരാൻ പോകുന്ന വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദിശാസൂചികളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം UDFനെ സംബന്ധിച്ചിടത്ത് വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം കൂടുതൽ പ്രസക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ശൂരനാട് തെക്കത്തെയും അജ്മലിന്റെ വിജയത്തിലൂടെ തെളിവാകുന്നത്. കൊല്ലം ജില്ലയിൽ 4ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ 3 സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. തൊടിയൂരിലും പൂയപ്പള്ളിയിലും പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചു. കരവാളൂർ മാത്രമാണ് LDFന് വിജയിക്കാനായത്. സബീന, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.